നമസ്തേ. ഇന്ന് നമ്മൾ +1 ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് ട്രിഗണോമെട്രി. ഗ്രീക്ക് വേർഡ്സായ ട്രിഗൺ, മെട്രോൺ എന്നീ രണ്ട് വേർഡ്സുകളിൽ നിന്നാണ് ഈ ട്രിഗണോമെട്രി എന്നുള്ള വേർഡ് ഉണ്ടായത്. മെട്രോൺ മീൻസ് നിങ്ങൾക്കറിയാം അളവുകൾ. ട്രിഗൺ related to three sides, that is related to a triangle. അപ്പോൾ ട്രയാങ്കിളിൻ്റെ അളവുകളെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു ബ്രാഞ്ചാണ് ട്രിഗണോമെട്രി. നിങ്ങൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ട്രിഗണോമെട്രിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിക് റേഷ്യോസും അത് വെച്ചുള്ള ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് അങ്ങനെ കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വർഷം പഠിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇത്. മനസ്സിലാക്കി പഠിച്ചാൽ വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ്. പഠിച്ചാൽ നല്ല രസമാണ്, പക്ഷെ മനസ്സിലാക്കി പഠിക്കണം. ഇനി നിങ്ങളിത് ഹയർ സ്റ്റഡീസിന്, അതായത് ഈ വർഷം നമ്മൾ കുറച്ച് പഠിക്കുന്നു, അടുത്ത വർഷം കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ഈ വർഷത്തെ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ വളരെ രസകരമായിട്ട് നമുക്ക് അടുത്ത വർഷം ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു പേപ്പറാണ്, നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പഠിക്കുന്ന പോലെ ഒരു പേപ്പറായിട്ട് നിങ്ങൾക്ക് ട്രിഗണോമെട്രി എന്നുള്ളൊരു ബ്രാഞ്ച് പഠിക്കാൻ കഴിയും. അപ്പോൾ എത്രത്തോളം അഡ്വാൻസ് ആയിട്ട് പഠിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ തീരില്ല. അതായത് ക്യാപ്റ്റന്മാർ നാവിഗേഷൻ ഫീൽഡിൽ ഉപയോഗിക്കാറുണ്ട്, സ്റ്റഡി ഓഫ് സെസ്മോളജിയിൽ ഉപയോഗിക്കാറുണ്ട്, പിന്നെ സർവേയർമാർ ഉപയോഗിക്കാറുണ്ട്, അനലൈസിങ് മ്യൂസിക്കൽ ടോൺസ്. ഈ സൈൻ വേവിന് റിലേറ്റ് ചെയ്താണ് നമ്മളെ മ്യൂസിക് ടോണെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മ്യൂസിക്കൽ ടോൺ അനലൈസ് ചെയ്യാൻ, ഡിസൈനിങ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്, അതുപോലെ സ്റ്റഡി ഓഫ് ആറ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ട്രിഗണോമെട്രി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫിസിക്സിലാണെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻജിനീയറിംഗ് ഫീൽഡിലായാലും ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ഓപ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഈ ട്രിഗണോമെട്രി നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ പല ചാപ്റ്റേഴ്സിലെയും ന്യൂമറിക്കൽസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം വളരെ മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ചാൽ ഏറ്റവും രസമുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷെ മനസ്സിലാക്കാതെ പോയാൽ പിന്നെ നമുക്ക് ഒന്നും അറിയാൻ വയ്യാതെ പോകും. അപ്പോൾ ഈ വർഷം നിങ്ങൾ വളരെ ബേസ് ഇട്ട് ഇത് പോയാൽ നിങ്ങൾക്ക് മുകളിലോട്ട് പോകുന്തോറും വളരെ ഇഷ്ടപ്പെട്ട ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് ട്രിഗണോമെട്രി മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്നിവിടെ ടീച്ചർ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ആംഗിൾസ് ആണ്. അപ്പോൾ ട്രിഗണോമെട്രി, അളവ് റിലേറ്റഡ് ടു ട്രയാങ്കിളിനെ ബേസ് ചെയ്ത അളവുകളൊക്കെ വേണം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ കുറച്ച് ആംഗിൾസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന പ്രൊട്രാക്ടർ വെച്ചൊക്കെ ആംഗിൾ അളക്കാറുണ്ട്. എന്താണ് ആംഗിള്? ഒരു ഇനിഷ്യൽ പൊസിഷനിൽ നിന്നുള്ള റൊട്ടേഷൻ, അതിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഇനിഷ്യൽ ഒരു വെർട്ടെക്സിനെ ബേസ് ചെയ്ത്, ഈ ഒരു വെർട്ടെക്സിനെ ബേസ് ചെയ്ത് ഇനിഷ്യൽ പൊസിഷൻ ആണെങ്കിൽ അവിടുന്ന് ഇത്രയും റൊട്ടേറ്റ് ചെയ്താൽ നമ്മൾ ഇതിന് തീറ്റ ആംഗിൾ എന്ന് പറയാം. ജനറൽ അവിടെ നമ്മൾ തീറ്റ എന്നുള്ള ലെറ്റർ കൊടുത്തു, അപ്പോൾ തീറ്റ ആംഗിൾ എന്ന് പറയാം. ഇനി എങ്ങനെയാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്? എപ്പോഴും ആംഗിൾ മെഷർ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാം. ടീച്ചർ പിന്നെ പറയാം എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ. ഒരു ക്ലോക്ക് എങ്ങനെയാണ് കറങ്ങുന്നത്? ഒരു ക്ലോക്കിൻ്റെ സൂചി നമുക്കറിയാം, ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഒരു ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്നത്. പക്ഷെ നമ്മൾ ആംഗിൾ എപ്പോഴും അളക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്, അതായത് ക്ലോക്കിൻ്റെ പൊസിഷന് തിരിച്ച്, അതാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഒരു ആംഗിൾ എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അളന്നാലാണ് അതിന് നമ്മൾ പോസിറ്റീവ് ആംഗിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അളന്നാലോ, ക്ലോക്ക് വൈസ് അളന്നാൽ നമ്മൾ പറയും അതൊരു നെഗറ്റീവ് ആംഗിളായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ഇങ്ങനെ അളക്കുവാണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അപ്പോൾ നമ്മളിത് തീറ്റ. ഇവിടെ നോക്കി ടീച്ചർ, വേറെ ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ, അവിടെ നിന്നാണ് നമ്മൾ ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് ആ ആംഗിൾ നമുക്ക് എങ്ങനെയും പറയും നെഗറ്റീവ് ആംഗിളായിട്ട്
കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ മൂവ്മെൻറ്റ് നമ്മൾ എന്തായിട്ട് പറയും? മൈനസ് തീറ്റ. അപ്പോൾ എപ്പോഴും ഓർത്തോളണം, പോസിറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സാധാരണയായി ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ 2 മെഷർമെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ 2 നമ്മളിപ്പം ഡിസ്കസ് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ ഡിഗ്രി മെഷർ എന്നും മറ്റൊന്ന് റേഡിയൻ മെഷർ എന്നും പറയും. ഡിഗ്രി മെഷർ നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നത് തന്നെ. നമ്മൾ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്രാക്ടർ ഇത്രയും നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് നിങ്ങൾ എടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും ആംഗിൾ തിരിഞ്ഞാൽ അല്ലെ ഇത്രയും റൊട്ടേറ്റ് ചെയ്താൽ, അപ്പോൾ ഇത്രയും ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഇത്രയും റൊട്ടേറ്റ് ചെയ്താൽ നമ്മൾ പറയും 180 ഡിഗ്രി ടേൺ ചെയ്തു. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ എന്ത് പറയും? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര വരും? 180 ഡിഗ്രി. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതുപോലെ ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്താൽ എന്ത് പറയും? അതായത് 45 ഡിഗ്രി നമ്മൾ ഇങ്ങോട്ട് ക്ലോക്ക് വൈസിലാണ് നമ്മൾ അതിന് എന്ത് പറയും? -45 ഡിഗ്രി. ഇനി ഈ 360 വരെ ആംഗിൾ ഉള്ളോ? ഒരു റൊട്ടേഷൻ മാത്രമേ ആംഗിൾ ഉള്ളോ? അല്ല. നമ്മൾ ട്രിഗണോമെട്രിയിൽ 1 അല്ല 2 അല്ല 3 അല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യും. ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 360, ഒന്നുകൂടെ എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക? അതിൻ്റെ 720. അപ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് ടീച്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് തുടങ്ങി ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് ഇത്രയും കൂടെ മൂവ്മെൻ്റ് ആയി. അതായത് ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് ഒരു 30 ഡിഗ്രിയും കൂടെ മൂവ് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്നറിയാമോ? ഇവിടം വരെ ഒരു റൊട്ടേഷൻ ആയപ്പോൾ 360, പിന്നെ ബാക്കി 30. അപ്പോൾ മൊത്തം ആംഗിൾ എത്ര വരുന്നു? 390. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് റൊട്ടേഷൻ കിട്ടും, തിരിച്ച് റൊട്ടേഷൻ അയച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ആംഗിൾ മെഷർ ചെയ്യാം. അപ്പോൾ ഓർത്തോണം, ട്രിഗണോമെട്രിയിൽ നമ്മൾ 360 ഡിഗ്രി അല്ല, നമ്മൾ അതിനേക്കാൾ കൂടുതൽ ആംഗിൾസ് ഇങ്ങനെ മെഷർ ചെയ്യും. അപ്പോൾ ഒരു റൊട്ടേഷൻ 360 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലെ നമ്മൾ ഈ ഡിഗ്രിയെ വീണ്ടും മാറ്റുന്നുണ്ട്. അതായത് 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഒരു ഡിഗ്രിയെ നമ്മൾ 16 മിനിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ്. ഇനി അതുപോലെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ്. അപ്പം 1 റെവല്യൂഷൻ 360 ഡിഗ്രി. അതിൽ തന്നെ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ്, 1 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഗ്രി മെഷർ. ഇനി അടുത്ത ആംഗിളിൻ്റെ ഒരു മെഷർ നമ്മൾ പറയുന്നത് റേഡിയൻ മെഷർ. അപ്പോൾ റേഡിയൻ മെഷർ എന്ന് നമ്മൾ പറയുന്നത് ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്താൽ, എന്താണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ? റേഡിയസ് 1 ആയ ഒരു സർക്കിൾ, അതായത് യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തിട്ട് ഒരു ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് ആർക്കിൻ്റെ ലെങ്ത് നമ്മൾ 1 യൂണിറ്റ്, അതായത് റേഡിയസ് ഈക്വലൻ്റ് ആയ ഒരു യൂണിറ്റ് 1 യൂണിറ്റ്. അപ്പോൾ 1 യൂണിറ്റ് ആർക്ക് ലെങ്ത് ഉള്ള ഒരു യൂണിറ്റ് സർക്കിളിൽ ആ സെൻട്രലിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 റേഡിയൻ. ആർക്ക് ലെങ്തും 1 ആണ്, റേഡിയസും 1 ആണ്. ഹിയർ തീറ്റ ഈസ് 1 റേഡിയൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ യൂണിറ്റ് സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ത് വരും? യൂണിറ്റ് സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർക്കംഫറൻസ് തന്നെ 2πr ആണ്. അപ്പോൾ റേഡിയസ് 1 ആകുമ്പോൾ സർക്കംഫറൻസ് എന്ത് വരും? 2π വരും. അപ്പോൾ ഈ ആർക്ക് ലെങ്ത് L, നമ്മൾ ആർക്ക് ലെങ്തിനെ L എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്താൽ, ഇവിടെ L 1 ആയിരുന്നു, അപ്പോൾ മൊത്തം സർക്കംഫറൻസ് എടുക്കുമ്പോൾ L എന്ത് വരും? L എന്ന് പറഞ്ഞാൽ 2π വരും. ഓക്കെ, L എന്നുള്ളതാണ് 2π റേഡിയൻ. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ റേഡിയനിലാണ് പറയുന്നത്, ആർക്ക് ലെങ്ത് വെച്ച് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ L എന്ന് പറഞ്ഞാൽ 2π റേഡിയനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആർക്ക് ലെങ്ത് L-ഉം റേഡിയസ് R ആണെങ്കിൽ നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ L/R ആണ്.
ഓർ L is equal to r theta. ആർക്ക് ലെങ്ത് കാണാൻ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആർക്ക് ലെങ്ത് L is equal to r theta. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ L/r അല്ലേ? അല്ലേ? അപ്പൊ L/r എന്ന് പറഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് 1 ആകുമ്പോൾ L എന്താണ്? 2π. അപ്പൊ ഇവിടെ നമുക്ക് ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു റെവല്യൂഷൻ എന്തായിരുന്നു? ഒരു റെവല്യൂഷൻ 360 ഡിഗ്രി ആയിരുന്നു. ഇവിടെ എന്ത് വരും? റേഡിയനിലാകുമ്പോൾ അത് 2π റേഡിയൻ ആകും. പൈയുടെ വാല്യൂ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ പൈയുടെ വാല്യൂ 22/7 എന്നോ പൈയുടെ വാല്യൂ 22/7 എന്നോ 3.14 എന്നൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഈ 22നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3.14 അല്ല കിട്ടുന്നത്, വേറെ ഇങ്ങനെ റെക്കറിങ് ആയിട്ട് വരും. അപ്പോൾ നമ്മളൊരു അപ്രോക്സിമേറ്റ് പൈയുടെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 22/7 ഓർ 3.14. അപ്പോൾ ഇവിടെ നമ്മൾ റേഡിയൻ എടുക്കുമ്പോൾ ഒരു റൊട്ടേഷൻ വരുമ്പോൾ എന്ത് വരുന്നു? 2π വരുന്നുണ്ട് ഇല്ലേ? ഇവിടെ ആണെങ്കിലോ 360 ഡിഗ്രി. അപ്പോൾ നമുക്കിതിൻ്റെ രണ്ടിനെ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് എങ്ങനെ പറയാം? 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. അപ്പോൾ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി എന്ത് വരും? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π/360. അപ്പോൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വരും? π/180 റേഡിയൻ. ഇത് നിങ്ങൾ കുറിച്ച് വെച്ചോണം. L is equal to r theta, theta is equal to L/r. ഇത് നിങ്ങൾ കുറിച്ച് വെക്കണം. പിന്നീട് എന്ത് വേണം? 360 ഡിഗ്രി ഈക്വൽ 2π റേഡിയൻ or 1 degree is equal to π/180 റേഡിയൻ. ഇത് നിങ്ങൾ കുറിച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കൺവേർഷൻ ആണ്. അതായത് റേഡിയനിൽ തന്നാൽ ഡിഗ്രിയിലോട്ടും ഡിഗ്രിയിൽ തന്നാൽ റേഡിയനിലോട്ടും കൺവേർട്ട് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ട്രിഗണോമെട്രിയിൽ കൂടുതലും നമ്മൾ ഡിഗ്രിയേക്കാൾ കൂടുതൽ നമ്മൾ റേഡിയൻ മെഷേഴ്സാണ് ആംഗിളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ഈ റേഡിയൻ ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷനാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നിങ്ങൾ കുറിച്ച് വയ്ക്കണം. ഇനി നമുക്ക് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഒരു കാര്യം കൊണ്ട് ഇതിന് വേണ്ടി ഇപ്പം നമ്മൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൺവേർഷൻ വരുമ്പോൾ ഒരു കാര്യം അറിയണം. ഡിഗ്രി തന്നിട്ട് റേഡിയൻ ആക്കാൻ പറഞ്ഞാൽ, അതായത് എന്താണ് പറഞ്ഞത്? ഡിഗ്രിയിൽ നിന്ന് നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എപ്പോഴും റേഡിയൻ എന്ന് പറഞ്ഞാൽ പൈ വരുന്നതാണ്. അപ്പോൾ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴ് നമുക്കിവിടെ കിട്ടേണ്ടത് എന്താണ്? റേഡിയൻ കിട്ടണമെങ്കിൽ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ ഡിഗ്രിയെ ഇൻറ്റു തന്നിരിക്കുന്ന ഡിഗ്രി അളവ് ഇൻറ്റു π/180. റേഡിയൻ ആകുമ്പോൾ ആൻസറിൽ പൈ വരും. അപ്പോൾ പൈ, അപ്പോൾ അത് ഓർക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് ടീച്ചർ പറഞ്ഞത്. റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി തിരിച്ചതുപോലെ റേഡിയനിൽ നിന്ന് നമുക്ക് ഡിഗ്രിയിലോട്ട് കൺവേർഷൻ പറയാം. അപ്പോൾ ഡിഗ്രിയാണ് വേണ്ടത്. ഡിഗ്രി മീൻസ് 180 ഡിഗ്രി എന്നുള്ള ഓർത്തോണം. അപ്പോൾ ഡിഗ്രിയിലോട്ടാണ് കൺവേർഷൻ എങ്കിൽ മൾട്ടിപ്ലൈങ് വിത്ത് 180/π ഇത് തിരിച്ചിടുന്നു. അപ്പോൾ ഓർക്കാൻ എളുപ്പ വഴി എന്താണ്? റേഡിയൻ ആക്കാൻ പറഞ്ഞാൽ പൈ, മുകളിൽ പൈ വരും. അപ്പോൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഡിഗ്രി ആക്കാൻ പറഞ്ഞാൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ 180. അപ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 180 ഇത് തിരിച്ചിടുന്നത് 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമ്മൾ ഇത് എന്തെല്ലാം പറഞ്ഞു? ഒന്ന്, ആംഗിൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു റൊട്ടേഷൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി എന്ന് പറഞ്ഞു. പക്ഷേ 360 ഡിഗ്രി കൊണ്ട് നിർത്തുന്നില്ല, അതിൽ കൂടുതൽ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 360 ഡിഗ്രിക്ക് ഈക്വലായിട്ട് നമ്മൾ റേഡിയൻ മെഷറിൽ എന്താണ് വരുന്നത്? 2π റേഡിയൻ ആണ് വരുന്നത്. 360 ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആയിട്ട് 2π റേഡിയൻ ആണ് വരുന്നത്. അത് വെച്ച് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. ഇനി ആർക്ക് ലെങ്ത് L, റേഡിയസ് ആറും അത് സബ്റ്റൻഡ് ഈ
ആർക്ക് സെൻട്രലി സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റയും ആണെങ്കിൽ ആർക്ക് ലെങ്ത് L ഈസ് ഈക്വൽ ടു ആർ തീറ്റ ഓർ തീറ്റ ഈസ് ഈക്വൽ ടു L/R. അപ്പോൾ ഇത്രയും നോട്ട്സ് നിങ്ങൾ കറക്റ്റായിട്ട് കുറിച്ച് വെക്കണം. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? മനസ്സിലാക്കി പഠിക്കുന്ന ട്രിഗണോമെട്രി കാണാതെ പഠിക്കുന്നത് മനസ്സിലാക്കി പഠിച്ചാൽ ഭയങ്കര രസമായിട്ട് നമുക്കിത് പഠിച്ചു തീർക്കാം. ഓക്കെ, ഈ പ്രോബ്ലംസ് ഒന്ന് നോക്കിയേ. കൺവേർട്ട് ഇൻ ടു റേഡിയൻ മെഷർ. അപ്പോൾ ഡിഗ്രി മെഷറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് റേഡിയൻ മെഷറിലോട്ട് മാറ്റണം. ടീച്ചർ ഇപ്പോൾ എന്താണ് റേഡിയൻ മെഷറിലോട്ട് എങ്ങനെയാണ് മാറ്റുന്നത്? റേഡിയൻ, ഇപ്പോൾ റേഡിയൻ കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ 30 ഡിഗ്രി. അപ്പോൾ അതിന് റേഡിയൻ ആക്കാൻ എന്ത് ചെയ്യണം? 30 × π/180. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. 3ഉം 18 ക്യാൻസൽ ചെയ്യുമ്പോൾ 6 എന്ന് പറഞ്ഞാൽ എത്ര വരും? π/6. അപ്പോൾ 30 ഡിഗ്രി എന്തിന് ഈക്വലൻ്റ് ആണ്? π/6 റേഡിയൻ. ഓക്കെ, ഇനി 60 ഡിഗ്രി നോക്കാം. അതിനെ റേഡിയൻ ആക്കാൻ എന്ത് ചെയ്യണം? 60 × π/180. ഇവ ക്യാൻസലായി. 6ഉം 18 ക്യാൻസൽ ചെയ്യുമ്പോൾ 3. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു π/3. π/3 റേഡിയൻ. ഇനി 90 ഡിഗ്രി റേഡിയൻ ആക്കാൻ എന്ത് ചെയ്യണം? 90 × π/180. 90ഉം 180 ക്യാൻസൽ ആകുമ്പോൾ 2. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു π/2. ഓക്കെ, അപ്പോൾ ടീച്ചർ കുറച്ച് നമ്പേഴ്സിനെ ഇങ്ങനെ റേഡിയൻ ആക്കി കാണിച്ചു. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ആംഗിൾസിൻ്റെ റേഡിയൻ മെഷർ നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതായത് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റേഡിയൻ എത്രയാണ്? π/6. സിമിലർലി നിങ്ങൾ 45 ചെയ്ത് നോക്കുക. 45 നമ്മൾ ചെയ്യുമ്പോൾ π/4 റേഡിയൻ കിട്ടും. 60 ഡിഗ്രി നമ്മൾ ചെക്ക് ചെയ്തു, π/3. 90 ഡിഗ്രി നമ്മൾ ചെക്ക് ചെയ്തു, π/2. അതുപോലെ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ആണ്. 2π360. ഇപ്പോൾ 180 ആകുമ്പോൾ π. അതുപോലെ 270 നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 3π/2. π/2 എന്ന് പറഞ്ഞാൽ 90. 90 × 3 270. അതുപോലെ 360 എന്ന് പറഞ്ഞാൽ 2π. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഡിഗ്രി മെഷേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ റേഡിയൻ മെഷേഴ്സ് ടീച്ചർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇങ്ങനെ എപ്പോഴും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇത്രയും ആംഗിൾസിൻ്റെ ഡിഗ്രി മെഷറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷറും നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. എപ്പോഴും നമുക്ക് നല്ല സഡൻ ആയിട്ട് നമുക്ക് ഇതിൻ്റെ റേഡിയനും ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് പറയാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിരിക്കുമല്ലോ. നമുക്ക് കുറച്ചും കൂടെ കട്ടിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഇതുപോലെ കൺവേർട്ട് ഇൻ ടു റേഡിയൻ മെഷറാണ്. 40 ഡിഗ്രി 20 മിനിറ്റ്സ്. അപ്പോൾ 40 ഡിഗ്രി 20 മിനിറ്റ്സിന് നമുക്ക് എന്തിലോട്ടാക്കണം? റേഡിയൻ മെഷറിലോട്ടാക്കണം. ടീച്ചർ പറഞ്ഞ റേഡിയൻ മെഷറിലോട്ടാണെങ്കിൽ ഡിഗ്രിയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഡിഗ്രിയാണ് കൺവേർട്ട് ചെയ്യുന്നത്, മിനിറ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ ഈ മിനിറ്റിനെയും കൂടെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? ഇതിനെയും കൂടെ നമ്മൾ ഡിഗ്രിയിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് എന്ത് വരും? 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1/60 ഡിഗ്രി ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഡിഗ്രിയിലോട്ട് മാറ്റാം? 40 പ്ലസ് ഈ മിനിറ്റിനെ നമ്മൾ ഡിഗ്രിയിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? 20/60. അതിൻ്റെ കാരണം അറിയാമല്ലോ. 1 മിനിറ്റ് ഓർ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അതുകൊണ്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 ഡിഗ്രിയാണ്. ഓക്കെ, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ്. സോ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 ഡിഗ്രി. അപ്പം മിനിറ്റിനെ നമ്മൾ ഡിഗ്രി ആക്കാൻ എന്ത് ചെയ്തു? ആ 20യെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 40 + 1/3. ഇത് ക്യാൻസൽ 1/3. ഇത്ര ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയേ എത്ര വരും? 120 121/3. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 1 ആഡ് ചെയ്തു. ഇപ്പോൾ 121/3 ഡിഗ്രിയാണ്. ഇപ്പോൾ എല്ലാം നമ്മൾ ഡിഗ്രിയിലാക്കി. ഇനി വേണം നമ്മൾ ഇതിന് എന്തിലോട്ട് മാറ്റാൻ?
റേഡിയൻ മെഷറിലോട്ട് മാറ്റാൻ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? 121/3 ഇൻറ്റു 5/180. നമുക്കിവിടെ നോക്കിയേ ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 121 ഇത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര 0 540. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 121 ഇവിടെ നമുക്ക് 11 കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ 11ന്റെ ഒന്നും ഇവിടെ മൾട്ടിപ്പിൾ ഇല്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 121 റേഡിയൻ. ഓക്കെ, അപ്പൊ ഇതുപോലെ മിനിറ്റിലോ സെക്കൻഡിലോ ഒക്കെ തന്നെ നമ്മൾ അതിന് സെക്കൻഡാണ് നമ്മൾ എത്ര 1/60 ഇൻറ്റു 1/60. അപ്പൊ അങ്ങനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം റേഡിയൻ മെഷർ ആക്കാൻ. ഓക്കെ, നമുക്കൊരു ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് ഇൻറ്റു ഡിഗ്രി മെഷർ. നമ്മൾ നേരത്തെ ചെയ്തത് ഡിഗ്രി മെഷർ തന്നെ നമ്മൾ റേഡിയൻ മെഷറിലോട്ട് മാറ്റി. ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് റേഡിയൻ മെഷറിൽ തന്നിട്ട് നമുക്കതിനെ ഡിഗ്രിയിലോട്ട് മാറ്റാനാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5π/3 റേഡിയൻ. അപ്പൊ ഇതിനെ ഡിഗ്രിയിലോട്ടാക്കാൻ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? 5π/3 ഡിഗ്രിയിലോട്ടാക്കാൻ, ഡിഗ്രി ആക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? 180/π കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ പൈയും ക്യാൻസലായി. ബാക്കി എന്ത് വരും? ഓക്കെ, 3യും 180യും കൂടെ നമുക്ക് ക്യാൻസൽ ആകുമ്പോൾ 60 വരും. അപ്പൊ 60 ഇൻറ്റു 5 എത്ര വരും? 300 റേഡിയൻ. ഓക്കെ, അപ്പം 5π/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 300 റേഡിയൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6 റേഡിയൻ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഡിഗ്രി ആക്കാൻ എന്ത് വേണം? 6 ഇൻറ്റു 180/π. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എളുപ്പമായിരുന്നു പൈ ക്യാൻസൽ ചെയ്ത് കളയാമായിരുന്നു. ഇവിടെ ആണെങ്കിൽ പൈ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പൈയുടെ വാല്യൂ കൊടുക്കണം. പൈയുടെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് 22/7 ആണ്. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു 180/പൈക്ക് പകരം 22/7. നമുക്കതൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അല്ലെ നമ്മൾ പറയും ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് തിരിച്ചിട്ട് ഗുണിക്കും. അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ എന്തൊരു 7 അങ്ങ് മുകളിൽ വരും. ദാറ്റ് ഈസ് 6 ഇൻറ്റു 180 ഇൻറ്റു 7/22. ഓക്കെ, ഇത് നമുക്കിതിനൊന്ന് ചെറുതാക്കി നോക്കാം. എന്ത് പറ്റുമോ നോക്കി. ഇവിടെ 6 കൊണ്ട് ചെറുതാക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? 11 2s ഇവിടെ 3. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 21 ഇൻറ്റു 180/11. ഓക്കെ, 20 ഇവിടെ 180 ഇൻറ്റു 3 ഇൻറ്റു 7 21. നമുക്കിതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിനെ റേഡിയൻ ആക്കുമ്പോൾ ഇത് നമുക്കത് കറക്റ്റ് ഇതുപോലെ കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമുക്ക് അത്രയും ഡിഗ്രി. നമ്മൾ ഫ്രാക്ഷൻ വന്ന് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് മിനിറ്റിലും സെക്കൻഡിലോട്ടും ആക്കണം. ഇതൊരു ഇംപ്രോപ്പറായിട്ട് നമുക്ക് വരുവാണ്. ഇംപ്രോപ്പർ വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 21 ഇൻറ്റു 180 21 ഇൻറ്റു 180 നമുക്ക് എത്ര വരും? 18. അപ്പോൾ എത്ര വരും? 3780/11. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വന്നു? 3780/11. ഓക്കെ, ഇത് നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക് നോക്കാം. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 3s are 33, ബാക്കി 48. അപ്പോഴേ 11 4s are എത്ര വരും? 44, ബാക്കി എന്ത് വരും? 40. ഓക്കെ, ഇനി നമുക്ക് എത്ര വരും? 33, ബാക്കി 7. അപ്പോൾ നമ്മൾ ഈ 3 ഇതിനെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 343യും പിന്നെ റിമൈൻഡർ 7ഉം വന്നു. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 343 ആൻഡ് 7/11 ഡിഗ്രി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ പോരാ. ഇതിന് ഇതാണ് നമുക്ക് കറക്റ്റ് ഡിഗ്രി ആയുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി മിനിറ്റിലും സെക്കൻഡിലോട്ടാക്കി മാറ്റണം. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയത് ഒരു 343 ഡിഗ്രിയാണ്. ഇനി 7/11 ആണ്. അത് നമുക്ക് മിനിറ്റിലോട്ട് മാറ്റാം. അതിന് എന്ത് ചെയ്യുമെന്നറിയാമോ?
7/11 ഇൻറ്റു നമ്മളിതിനെ ഡിഗ്രി മിനിറ്റിലോട്ടാകാൻ എന്ത് ചെയ്യണം? ഡിഗ്രിയേക്കാൾ കൂടുതൽ കുറഞ്ഞ അളവല്ലേ മിനിറ്റ്. അപ്പോൾ അതിന് മിനിറ്റ് ആകാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവിടെ എത്ര വന്നു? 420 വന്നു. 6 7 42. അപ്പോൾ 420/11. 420/11 എത്ര വരുന്നു? ഒക്കെ 11 3s are 33, ബാക്കി 90. ഇപ്പോഴേ 88 2. അപ്പോൾ വീണ്ടും ഒരു 38 വന്നിട്ട് പിന്നെ ഒരു 2/11 വന്നു. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതുമെന്ന് അറിയാമോ? 343 ഡിഗ്രി. ഇവിടെ പിന്നെ കറക്റ്റായിട്ടൊന്ന് 38 അല്ലേ? അപ്പോൾ 38 മിനിറ്റ്. ഇനി എന്ത് വന്നു? ഒരു 2/11 വന്നു. ക്ലിയർ ആയോ? നമ്മൾ കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ 11 വന്നു. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കിട്ടുന്നത് ഡിഗ്രി. അതിന് ബാക്കി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ മിനിറ്റ് ആക്കി. മിനിറ്റ് ആക്കിയപ്പോൾ ഒരു 38 വന്നു. വീണ്ടും ഒരു 2 റിമൈൻഡർ വന്നു. അപ്പോൾ ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് മിനിറ്റാണ്. ഈ മിനിറ്റിന് നമ്മൾ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? അവിടെ വീണ്ടും ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കൂടെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. 38 ആൻഡ് 2/11 മിനിറ്റ്. ഓക്കെ, അതിന് ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? 343 ഡിഗ്രി 38 മിനിറ്റ്. ഇനി ഈ 2/11 നമ്മൾ സെക്കൻഡ് ആക്കാൻ പോവാം. അപ്പോൾ 2/11 വീണ്ടും ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര വന്നു? 120 ആയി അല്ലേ? 120 എന്ന് പറയുമ്പോൾ 120/11. അപ്പോൾ ഇത് എത്ര വരും എന്ന് പറയാം? ഇതിനകത്ത് ഒരു പ്രാവശ്യം 11, വീണ്ടും ഒരു 10, അപ്പോൾ 19. നോക്കിയേ, 120/11 ഒരു പ്രാവശ്യം ആയപ്പോഴത്തേക്ക് എത്ര? 11, ബാക്കി 10. 10 ഇവിടെ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 കൊടുത്തു, ഇവിടെ ഇട്ടു. അപ്പം പിന്നെ ഇടുന്നത് നമ്മൾ 10.9 എന്നായി. ഓക്കെ, അപ്പോൾ നമുക്ക് 10.9 എന്ന് പറയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് എന്തായിട്ട് എടുക്കാം? 11. അപ്പോൾ നമുക്കിതിനെ അപ്രോക്സിമേറ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? 343 ഡിഗ്രി 38 മിനിറ്റ് ആൻഡ് 11 സെക്കൻഡ്. അപ്പോൾ ക്ലിയർ ആയോ? നമുക്ക് പ്രോപ്പറായിട്ട് ഒന്ന് അത്രയും ഡിഗ്രി, ബാക്കി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ മിനിറ്റ് ആക്കി. മിനിറ്റ് ആക്കിയപ്പോൾ 38 മിനിറ്റും പിന്നെ 2/11 കൂടെ വന്നു. അപ്പോൾ 38 നമ്മൾ മാറ്റിയിട്ട് വീണ്ടും അതിനെ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 120/11 വന്നു. 120/11 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 11 11s are 121. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് 11. അപ്പോൾ ഇതിന് നമ്മൾ 6 റേഡിയനെ നമ്മൾ ഡിഗ്രിയിലോട്ടാക്കിയപ്പോൾ എന്താണ് വന്നത്? 343 ഡിഗ്രി 38 മിനിറ്റ് ആൻഡ് 11 സെക്കൻഡ്. ഇത്രയും ചെയ്യാൻ വയ്യാത്തത് ഇവിടം വരെ എഴുതിയാൽ ഒരു അര മാർക്ക് നമുക്ക് പോവുകയുള്ളൂ. പക്ഷെ ചിലപ്പോൾ കറക്റ്റ് ഫുൾ മാർക്ക് വേണ്ടവർ ഇത്രയും കൂടെ ചെയ്യേണ്ടി വരും. ഇത് ക്ലിയർ ആയില്ലേ? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻ വിച്ച് a central angle of 60 degree intersects an arc of length 37.4 centimeter. Use pi is equal to 22/7. Question മനസ്സിലായോ? Find the radius of the circle in which a central angle of 60 degree. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടുന്നത്? റേഡിയസ്. അപ്പോൾ r കാണണം. റേഡിയസ് r ഈസ് ഈക്വൽ ടു നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ വിച്ച് എ സെൻട്രൽ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. പിന്നെന്ത് പറഞ്ഞിരിക്കുന്നു? ഇന്റർസെക്ട്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 37.4 സെന്റിമീറ്റർ. ആൻ ആർക്ക് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്നത്? ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്തിന് നമ്മൾ ഏത് ലെറ്ററാണ് നമ്മൾ പഠിച്ചത്? ആർക്ക് ലെങ്തിന് നമ്മൾ പഠിച്ചത് L എന്നുള്ള ലെറ്റർ ആയിരുന്നു. അപ്പോൾ ആർക്ക് ലെങ്ത് എന്താണ്? 37.4 സെന്റിമീറ്റർ.
ഇപ്പോൾ നോക്കിയേ എൽ ആർ തീറ്റ ഇവയൊക്കെ അല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവയെ കണക്ട് ചെയ്ത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എൻ ഈസ് ഈക്വൽ ടു ആർ തീറ്റ. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ നമ്മൾ പഠിച്ചു. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആർ ആണ് കണ്ടുപിടിക്കേണ്ടുന്നത്. അപ്പൊ ആർ ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ബൈ തീറ്റ. അപ്പൊ നമുക്ക് ആർ കണ്ടുപിടിക്കണം. ആർ എങ്ങനെ കാണും? എൽ ബൈ തീറ്റ. ഇവിടെ നോക്കിയാൽ എൽ ഉണ്ട്, തീറ്റയും ഉണ്ട്. ഈസി അല്ലേ? പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് പഠിച്ചോണം. ഈ മാർക്ക് ചെയ്ത് പഠിക്കുന്നതിൻ്റെ കാര്യം തന്നെ നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത്. നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴേ പഠിക്കുമ്പോഴും എല്ലാം നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇങ്ങനെ ഒന്ന് ടിക്ക് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ടിക്ക് കാണുമ്പോഴേ വിചാരിച്ചോ ഈ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീറ്റ 60 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക് ലെങ്തിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ തീറ്റ എപ്പോഴും റേഡിയൻ മെഷറിലായിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ മറന്നുപോവുകയേ ചെയ്യരുത്. ആർക്ക് ലെങ്തിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ തീറ്റ എപ്പോഴും എന്തിലായിരിക്കണം? നമുക്ക് ഡിഗ്രി മെഷറിൽ പോരാ. തീറ്റ എപ്പോഴും ഈ ആർക്ക് ലെങ്തിൻ്റെ ക്വസ്റ്റ്യന് റേഡിയൻ മെഷറിലായിരിക്കണം. എന്നിട്ട് മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമ്മളുടെ ഇവിടുത്തെ ശ്രദ്ധ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തീറ്റ 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അതിനെ എന്തിലോട്ട് മാറ്റണം? റേഡിയൻ മെഷറിലോട്ട് മാറ്റണം. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി റേഡിയൻ മെഷറിലോട്ട് മാറ്റുന്നത് എങ്ങനെയാ? ഇൻറ്റു പൈ ബൈ 180. പൈ ബൈ 180 നോക്കി ഇത് ക്യാൻസൽ. നമുക്ക് എന്ത് കിട്ടി? പൈ ബൈ 3. പൈ ബൈ 3 റേഡിയൻ. ഇനി ഓക്കെ. അപ്പോൾ തീറ്റ ഈക്വൽ പൈ ബൈ 3 റേഡിയൻ. ഇനി നമുക്ക് ആർ കാണാം. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എൽ ബൈ തീറ്റ ഈക്വൽ ടു എൽ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 37.4 ബൈ തീറ്റ. തീറ്റ എന്താണ്? പൈ ബൈ 3. ഈ 3 എവിടെ പോവും? 3 മുകളിൽ പോവും. ദാറ്റ് ഈസ് 37.4 ഇൻറ്റു 3 ബൈ പൈ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് പൈ ഏത് വില തരും? ഒന്നും പറഞ്ഞെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വിലയാണ്. 22/7 3.14 ഏതാണെങ്കിലും രണ്ടും അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് പൈ എന്തെടുക്കാനാണ്? 22/7. അപ്പോൾ 22/7 വെച്ചാൽ നമുക്കിത് എളുപ്പമാകും. 22/7 which is equal to 37.4 ഇൻറ്റു 3 ഇൻറ്റു ഈ 7 എവിടെ പോകും? മുകളിൽ ബൈ 22. ഇനി നോക്കിയേ, ഈ 37.4 4 3 7 ഒന്നിടത്തുള്ള നമ്പർ ആഡ് ചെയ്യുമ്പോൾ മറ്റേ നമ്പർ കിട്ടിയാൽ അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് അറിയാമോ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഓട്ടോമാറ്റിക് നിങ്ങളൊന്ന് കൂട്ടി നോക്കുമ്പോൾ മറ്റേ നമ്പർ കിട്ടും. ഓക്കെ, ഇപ്പോൾ 121 1 1 2 എന്ന് പറഞ്ഞ പോലെ 4 3 7. അപ്പോൾ ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 22നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 11 ഡിവൈഡ് ചെയ്യുമ്പോൾ 11 2s are 22. ഇവിടെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 11 3s are 33. പിന്നെ 4 റിമൈൻഡർ. ഇനി 3.4. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കിട്ടി ഇവിടെ? R is equal to 3.4 ഇൻറ്റു 3 ഇൻറ്റു 7 ബൈ 2. ഓക്കെ, ഇനി 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1.7. അപ്പോൾ നോക്കിയേ, 1.7 ഇൻറ്റു 21. ക്ലിയർ ആയില്ലേ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 21 ഇൻറ്റു 17 7 14 21. അപ്പോൾ എന്ത് വരും? 357. ഒരു ഡെസിമൽ മാറ്റിയിട്ടു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ റേഡിയസ് എത്രയാണ്? ഇതെല്ലാം ഇവിടെ സെന്റിമീറ്ററിലല്ലേ ആർക്ക് ലെങ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ റേഡിയസ് എന്താണ്? സെന്റിമീറ്ററിലായിരിക്കും. ഈസി അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് L ഈസ് ഈക്വൽ ടു R തീറ്റ എന്നുള്ള ഇക്വേഷൻ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, തീറ്റ എപ്പോഴും റേഡിയനിലായിരിക്കണം. അപ്പോൾ 60 ഡിഗ്രി നമ്മൾ റേഡിയനിലോട്ട് മാറ്റി പൈ ബൈ 3 കിട്ടി. പൈക്ക് 22/7 നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ത് കിട്ടി? 35.7 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് എക്സസൈസ് 3.1
നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനായിട്ട് ഇന്ന് പഠിച്ച തിയറി പാർട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് റെഡിയായി വേണം അടുത്ത ക്ലാസ്സിൽ ഇരിക്കാൻ. ഓക്കെ, താങ്ക് യു.